ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സമാന്തര ശ്രേണികൾ അഥവാ അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന ചാപ്റ്ററിലെ അവസാന എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ ഒന്നാം പദം 5ഉം ആദ്യത്തെ 6 പദങ്ങളുടെ തുക 105ഉം ശ്രേണിയിലെ ആദ്യത്തെ 6 പദങ്ങൾ കണക്കാക്കുക. നമുക്ക് 2 കാര്യങ്ങൾ അവർ തന്നിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? ഫസ്റ്റ് ടേം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് x1 അല്ലേ. x1 എത്രയാ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്? 5 ആണെന്ന് തന്നിട്ടുണ്ട്. അത് മിസ് ആദ്യം എഴുതി വെക്കുക കേട്ടോ. എന്നിട്ട് പറഞ്ഞത് എന്താ? ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് ഈസ് 105. അതായത് ആദ്യത്തെ 6 ടേംസിൻ്റെ സം എത്രയാണെന്നാണ് പറഞ്ഞത്? 105 പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താ പറഞ്ഞത്? സം ഓഫ് ഫസ്റ്റ് 6 ടേംസ്, ആദ്യത്തെ 6 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 105. ആദ്യത്തെ 6 പദങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അപ്പം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. 3, 4, 5, 6 അല്ലേ. തുക എന്ന് പറയുമ്പോൾ അവരൊക്കെ എന്ത് ചെയ്യണം? കൂട്ടണം. അതായത് ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, ഇത് ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം, സിക്സ്ത് ടേം, ഇതെല്ലാം കൂടി കൂട്ടിയാൽ 105 ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളോട് എന്താ പറഞ്ഞത്? കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 6 ടേം. ഇത്രയും കാര്യങ്ങളെ തന്നിട്ടുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് ആദ്യത്തെ ഈ 6 പദങ്ങളെ സ്ഥാനത്ത് എന്താ ഉത്തരം വരിക എന്നറിയണം. നമുക്കറിയാം ആദ്യത്തെ 6 പദം എന്ന് പറയുമ്പം ഇതിൽ നമ്പർ ഓഫ് ടേംസ് എത്ര ഉണ്ട്? 6 എണ്ണാണല്ലേ ഉള്ളത്. 6 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യ ആണോ ഇരട്ട സംഖ്യ ആണോ? 6 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ അല്ലേ, ഇരട്ട സംഖ്യ അല്ലേ. അപ്പോൾ കറക്റ്റ് നടുവിൽ ഒരാളെ കിട്ടൂലല്ലോ. നമുക്ക് എത്ര ആളുണ്ടാവും നടുവിൽ? 2 ആളുണ്ടാവും അല്ലേ. നമുക്കറിയാം ഇരട്ട സംഖ്യകൾ, അതായത് ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആണെങ്കിൽ അതിൽ നമുക്ക് പദങ്ങളുടെ തുക കാണാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സം ഓഫ് 1 പെയറിലെ ഒരു ജോഡിയുടെ തുക, ഒരു ജോഡി നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടിട്ട് ആകെ എത്ര ജോഡികളുണ്ട് അതിനെ കൊണ്ട് ഗുണിക്കുക. അതല്ലായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം എന്താ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? നമ്പർ ഓഫ് പെയേഴ്സ് അല്ലേ. ആകെ എത്ര ജോഡികളുണ്ട് ആ ജോഡികളെ സം ഓഫ് 1 പെയർ, ഒരു പെയർ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ സം ഓഫ് ടേംസ് അല്ലേ. സം ഓഫ് ടേംസ് കിട്ടും. ശരിയല്ലേ? അതായത് നമ്പർ ഓഫ് പെയർ എന്ന് പറഞ്ഞാൽ ജോഡികളുടെ എണ്ണം അല്ലേ. ജോഡികളുടെ എണ്ണത്തിനെ ഒരു ജോഡിയുടെ തുക കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആകെ തുക കിട്ടും. ആ ശ്രേണിയിലെ പദങ്ങളുടെ ആകെ തുക. അപ്പം മിസ് ചോദിക്കട്ടെ, ഇതിൽ നമുക്ക് ആകെ തുക തന്നിട്ടുണ്ട്. ഈ 6 ടേംസിൻ്റെയും കൂടെ തുക 105 ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലാർക്കും സംശയമില്ലല്ലോ. അപ്പം നമുക്ക് ഇവിടെ എഴുതിക്കൂടെ? എന്തെഴുതാം? തുകേൻ്റെ സ്ഥാനത്ത് എത്ര എഴുതാം? ആകെ തുക 105 പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തറിയാം? നമ്പർ ഓഫ് പെയേഴ്സ് അറിയോ? അതായത് ഇതിൽ എത്ര പെയർ നമ്പേഴ്സ് ഉണ്ട്? 6 എണ്ണം എന്ന് പറഞ്ഞാൽ 2, 2, 2. പെയർ എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഉണ്ടാവും അല്ലേ. അപ്പോൾ 6 എണ്ണം എന്ന് പറഞ്ഞാൽ എത്ര ജോഡി ഉണ്ടാവും? 3 ജോഡിയല്ലേ 6 എണ്ണം എന്ന് പറയുന്നത്. ഇങ്ങനെ 2, 2 സെറ്റാക്കാം. നമുക്ക് എത്ര സെറ്റാക്കാം? 3 സെറ്റാക്കാം അല്ലേ. അപ്പം 3 ജോഡിയാണ് 6 എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ജോഡികളുടെ എണ്ണം, നമ്പർ ഓഫ് പെയേഴ്സിൻ്റെ പ്ലേസിൽ നമുക്ക് എന്തെന്ന് എഴുതാം? 3 എന്ന് എഴുതിക്കൂടെ? അതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. പക്ഷെ സം ഓഫ് 1 പെയർ നമുക്ക് അറിയില്ല അല്ലേ. ഒരു ജോഡിയുടെ തുക നമുക്ക് അറിയില്ലല്ലോ. പ്രശ്നമല്ല. പക്ഷെ ആകെ എല്ലാം കൂടി കൂട്ടിയാൽ 105 പറയാം. അപ്പോൾ അതും മിസ് എഴുതുന്നു. അതിലും പ്രശ്നമില്ല. ഇനി നിങ്ങൾ നോക്ക്, ഇവിടുന്ന് സം ഓഫ് 1 പെയർ കണ്ടുപിടിച്ചൂടെ? ഇത് ആകെ പെയറുകൾ 3. ഒരു പെയറിൻ്റെ സമയം നമ്മൾ എങ്ങനെയാണ് പെയർ ആക്കാറുള്ളത്? അത് മറന്നു പോകരുത് അല്ലേ. നമ്മൾ പെയർ ആക്കരുത്. ഇങ്ങനെയാണോ പെയർ ആക്കൽ? അല്ല അല്ലേ. നമ്മൾ തുക എന്ന് പറയുന്നത് എന്തിനാ? ഈ
നടുവിലുള്ള രണ്ടാൾക്കാരിൽ നിന്നാ തുടങ്ങുക, ശരിയല്ലേ? സെൻറ്ററിലുള്ള രണ്ടാൾക്കാരെ ഒരു പെയറാക്കും. ഇതിൻ്റെ സമ്മും അതേപോലെ ഈ സെൻറ്ററിന് അടുത്ത പൊസിഷൻ ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും മാറി ഇതിൻ്റെ സമ്മ് പിന്നെ ഇതിൻ്റെ സമ്മ്, ഇതല്ലേ നമ്മുടെ പെയേഴ്സിൻ്റെ സമ്മ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഈ രണ്ടെണ്ണത്തിനും കൂടി കൂട്ടിയാൽ എത്രയാ ഉത്തരം എന്ന് ഇപ്പോൾ കിട്ടും. നമുക്ക് നോക്കാം. അതായത് സം ഓഫ് വൺ പെയർ, ഒരു പെയറിൻ്റെ സമ്മ് എന്താ ചെയ്യേണ്ടത്? 105. ഇത് നോക്ക്, ഇവിടെ ഇൻറ്റു 3 അല്ലേ? ഈ ഇൻറ്റു 3നെ ഇങ്ങോട്ട് വരുമ്പോൾ ബൈ 3 ആവില്ലേ? ആ ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് പിന്നെ സം ഓഫ് പെയർ, അതായത് ജോഡികളുടെ തുക മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ജോഡീൻ്റെ തുക എത്രയാണെന്ന് കിട്ടൂലേ? അപ്പോൾ നോക്ക്, ബൈ 3 അല്ലേ? 105നെ 3 കൊണ്ട് ഹരിച്ച് നോക്ക് എത്രയാണ് വരികയെന്ന്. 3 3 9 15, 5 3 15, ശരിയല്ലേ? എത്ര വരും? 35 എന്ന് വരും. അപ്പം മിസ്സ് പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ ജോഡിയാക്കുക? എങ്ങനെയാണ് ജോഡിയാക്കുക? മൂന്നാമത്തതും അല്ലേ, വേണമെങ്കിൽ ഇങ്ങനെ കാണിക്കാം. ഇതിനെ ഒരു ജോഡിയാക്കും. പിന്നെ അടുത്ത ജോഡി ഏതാ? ഇതാണ് അടുത്ത ജോഡി, ശരിയല്ലേ? സോറി, ഇങ്ങോട്ട് വരില്ല അല്ലേ? ഇങ്ങനെ പോയിട്ട് ഇതാണ് അടുത്ത ജോഡി. പിന്നെ അടുത്ത ജോഡി എന്ന് പറയുന്നതോ ഇതാണ് അടുത്ത ജോഡി. അപ്പം ഇവരുടെ തുകയാണ് നമുക്കറിയാം. ഒരു ജോഡിയുടെ തുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നമ്പറും സെയിം ആണ്. പിന്നെ അടുത്ത ജോഡി എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂട്ടിയാലും സെയിം. ഇത് 3 ഒരേ ഉത്തരങ്ങളാണ് കിട്ടുക അല്ലേ? അപ്പോൾ അതിൻ്റെ 3ൻ്റെ ഉത്തരം എന്താ? ഒരു ജോഡിയുടെ തുക നമുക്ക് 35 എന്ന് വന്നില്ലേ? അപ്പോൾ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെയും 35 കിട്ടും, ഇതും 35, ഇതും 35, ശരിയല്ലേ? ഈ ജോഡിയാക്കുന്നത് മാറിപ്പോവരുതേ. ആദ്യം നടുവിലുള്ളത് ഒരു ജോഡി, പിന്നെ ഒരു പൊസിഷൻ മാറിയിട്ടൊരു ജോഡി, ഇങ്ങോട്ടൊരു ജോഡി. ഈ ജോഡികളൊക്കെ തുക സെയിം ആയിരിക്കും. ഈ അടുത്തടുത്തുള്ള രണ്ടെണ്ണം കൂട്ടിയാൽ 35, പിന്നെ ഒന്ന് അങ്ങോട്ട് മാറിയാലും 35, പിന്നെ ഒന്നുകൂടി മാറിയാലും 35. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി സം ഓഫ് വൺ പെയർ. ഈ ഒരു പെയർ കൂട്ടിയാൽ 35 കിട്ടി. ഇതിൽ നമുക്ക് ആരെ അറിയാം? ചോദ്യത്തിൽ നമുക്ക് ഒരാളെ തന്നിട്ടുണ്ടല്ലോ. ആരെയാ? ഒന്നാമത്തെ പൊസിഷനിലുള്ള ആളെ നമുക്കറിയാം. ഒന്നാമത്തെ പൊസിഷനിൽ ആരാ ഉള്ളത് പറഞ്ഞേ? ഒന്നാമത്തെ പൊസിഷനിൽ ആരാ ഉള്ളത്? 5, ശരിയല്ലേ? ഒന്നാമത്തെ പൊസിഷനിലുള്ള നമ്പർ ആരാ? 5 എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ആദ്യ പദം 1, ഒന്നാം പദം 5 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒന്നാമത്തെ പൊസിഷനിൽ 5. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ വേറെ ഏതെങ്കിലും കാണാൻ പറ്റുമോ? ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഈ 6 എണ്ണത്തിൻ്റെയും കൂടെ ടോട്ടൽ 105 ചോദ്യത്തിൽ പറഞ്ഞു. ഒന്നാമത്തെ ആൾ 5. ഇത് വെച്ചിട്ട് നമ്മൾ ഒരു കാര്യം കൂടെ കണ്ടുപിടിച്ചു. ഒരു പെയറിൻ്റെ, ഒരു ജോഡിയുടെ തുക 35. എടാ മിസ് ഇപ്പോൾ പറഞ്ഞല്ലോ ഇങ്ങനെയാണ് ജോഡിയാക്കുകയെന്ന്. അതായത് ഈ ഒന്നാമത്തെ ആളെ കൂടെ ജോഡിയാവുക ആരാ? ഒന്നാമത്തെ ആളെ കൂടെ എപ്പോഴും പെയറാവുക ആരാ? രണ്ടാമത്തെ ആളാണോ? അങ്ങനെ ആയി പോവരുത് കേട്ടോ. ഒന്നാമത്തെ ആളെ കൂടെ ജോഡി ആവാനുള്ളത് ആരാ? 6ാമത്തെ ആളാണ് അല്ലേ? ഇങ്ങനെയാ ജോഡിയാക്കുന്ന സമയത്ത് ഇങ്ങനെ ബാക്കോട്ടല്ലേ വരിക. അപ്പോൾ ഒന്നാമത്തെ ആളെ കൂടെ നമ്മൾ പെയറാക്കുക 6ാമത്തെ ആളെയാണ്. ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കിയാൽ മതി. ഇങ്ങനെ നിങ്ങൾക്ക് വരയ്ക്കാനൊക്കെ പറ്റുന്ന ചോദ്യങ്ങളെ വരുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഒന്നാമത്തെ ആളെയും 6ാമത്തെ ആളെയും കൂടെ കൂട്ടിയാൽ എത്രയാ? 35. കാരണം ഒരു ജോഡിയുടെ തുക സം ഓഫ് വൺ പെയർ അല്ലേ? മലയാളത്തിൽ എന്തെഴുതാം? ഒരു ജോഡിയുടെ തുക നമുക്ക് 35 കിട്ടിയിട്ടുണ്ട് അല്ലേ? ഒരു പെയറിൻ്റെ 35. അതായത് ഒരു പെയർ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ X3 X4 കൂടി ഒരു പെയറാണ്, പിന്നെ X2 X5 കൂടെ ഒരു പെയറാണ്, പിന്നെ അടുത്ത പെയർ X1ഉം X6ഉം അല്ലേ? അതായത് X1ഉം X6ഉം കൂടെ ഒന്നാമത്തെ പദവും 6ാമത്തെ പദവും കൂടി കൂട്ടിയാൽ 35. ഒന്നാമത്തെ പദം ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 5. അപ്പോൾ നമുക്ക് X1ൻ്റെ പ്ലേസിൽ 5 എന്ന് എഴുതിക്കൂടെ? പ്രശ്നമൊന്നുമില്ലല്ലോ. X6 അറിയില്ല അല്ലേ? 6ാമത്തെ ടേം നമുക്ക് തന്നിട്ടൊന്നുമില്ല. പക്ഷെ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 35 നമുക്ക് കിട്ടി. ഇനി ഇവിടുന്ന് X6 സിമ്പിളായിട്ട് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കുക? X6ന് ഇവിടെ തന്നെ വെക്കുക. +5 ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് 5 ആവും? -5 ആവും അല്ലേ? അപ്പോൾ 35 -5, 35 5 കുറച്ചാൽ എത്ര വരും? 30 എന്ന് വരും. അതായത് 6ാമത്തെ ടേമും നമുക്ക് കിട്ടി. ഏതാ 6ാമത്തെ ടേം? ഇവിടുത്തെ ടേം 30 കിട്ടി. നോക്ക്, ഒന്നാമത്തെ ടേമും കിട്ടി, 6ാമത്തെ ടേമും കിട്ടി, ശരിയല്ലേ? ഇനി നമ്മളോട് ചോദിച്ചത് എന്താ? കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 6 ടേംസ്. ഫസ്റ്റ് 6 ടേംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരൊക്കെ വേണം? നമുക്ക് X1 അറിയണം, X2 അറിയണം, X3 അറിയണം, X4ഉം അറിയണം,
പിന്നെ ആരറിയണം? x5 അറിയണം, x6 അറിയണം. ഈ എല്ലാവരും അറിഞ്ഞാലല്ലേ ആദ്യത്തെ 6 ആളാവുള്ളൂ അല്ലേ? ഇതിന് നമുക്ക് പറയുന്ന ആൾക്കാരൊക്കെ ഒന്ന് എഴുതി വെക്കാം. ആദ്യത്തെ ടേം 5 ചോദ്യത്തിൽ പറഞ്ഞു, അവസാനത്തെ ആൾ 30 നമ്മൾ കണ്ടുപിടിച്ചു. ആ ജോഡി കൂട്ടിയാൽ 35 അതിൽ നിന്ന് നമുക്ക് ഒരാളെയും കൂടെ കിട്ടി, 2 ആളെ കിട്ടി. ഈ ഒന്നാമത്തെ ആളിൽ നിന്ന് എങ്ങനെയാണ് രണ്ടാമത്തെ ആളെ കിട്ടുക? ഫസ്റ്റ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേമിലേക്ക് എത്തണമെങ്കിൽ ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടണ്ടേ അല്ലേ? 1 2 3 4 5 6. ഒന്നാമത്തേതിൽ നിന്ന് ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാലല്ലേ 2-ലെത്തുള്ളൂ. 2നോട് കോമൺ ഡിഫറൻസ് കൂട്ടിയാലല്ലേ 3-ലെത്തുള്ളൂ. ഇങ്ങനെ കോമൺ ഡിഫറൻസ് കൂട്ടി കൂട്ടി എഴുതണ്ടേ നമ്മൾ? അങ്ങനെ കൂട്ടി കൂട്ടി എഴുതണമെങ്കിൽ ആദ്യം നമുക്ക് കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് അറിയണ്ടേ? നമുക്കറിയാം 2 ടേംസ് കിട്ടിക്കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒന്നാമത്തെ ടേം 5, ആറാമത്തെ ടേം 30. നമ്മുടെ കയ്യിലൊരു ഇക്വേഷൻ ഉണ്ടല്ലോ കോമൺ ഡിഫറൻസ് കാണാൻ. എന്താ പറഞ്ഞേ? നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തൊരു ഇക്വേഷൻ, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. ഏതെങ്കിലും 2 ടേംസ് തന്നാൽ പൊതുവ്യത്യാസം കാണാനുള്ള സമവാക്യം അല്ലേ? അപ്പോൾ നോക്ക്, പദവ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതാണ് ആറാമത്തെ പദം 30, ഒന്നാമത്തെ പദം 5. അപ്പോൾ പദവ്യത്യാസം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 30-ൽ നിന്ന് 5 കുറയ്ക്കുന്നു ബൈ സ്ഥാന വ്യത്യാസം എന്ന് പറഞ്ഞാലോ ആറാമത്തെ പൊസിഷനിൽ നിന്ന് ഒന്നാമത്തെ പൊസിഷൻ കുറയ്ക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? 6 - 1. 30-ൽ നിന്ന് 5 കുറച്ചാൽ എത്ര വരും? 25. 25/5 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? കോമൺ ഡിഫറൻസ് 25-നെ 5 കൊണ്ട് ഹരിച്ചാൽ 5 5 25. അപ്പോൾ 25/5 5 എന്ന് കിട്ടി. അതായത് ഈ സമാന്തര ശ്രേണിയുടെ പൊതു വ്യത്യാസം എത്രയാണ്? 5. ഇനി മക്കൾ പറ, ഇനി നമുക്ക് രണ്ടാമത്തെ ടേം എഴുതാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, ഒന്നാമത്തെ ടേം 5, അപ്പോൾ രണ്ടാമത്തെ ടേം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 5നോട് 5 കൂട്ടിയാൽ പോരെ? 5നോട് ഒന്നാമത്തെ ടേമിനോട് പൊതുവ്യത്യാസം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ടേം കിട്ടൂലേ? ഇവിടെ പൊതുവ്യത്യാസം 5 അല്ലേ? അപ്പോൾ 5നോട് 5 കൂട്ടി 10. ഇനി മൂന്നാമത്തെ ടേം കിട്ടാനോ? 10നോട് പിന്നെയും പൊതുവ്യത്യാസം കൂട്ടുക, 10നോട് 5 കൂട്ടിയാൽ 15. അങ്ങനെ 5 കൂട്ടി കൂട്ടി എഴുതിയാൽ പോരെ? 15നോട് ഒരു 5 കൂടി കൂട്ടിയാൽ അടുത്ത ടേം കിട്ടും 20 എന്ന് കിട്ടും. 20നോട് ഒരു 5 കൂടി കൂട്ടിയാൽ അടുത്ത ടേം കിട്ടും 25. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഏതൊക്കെയാ ടേംസ് പറ? 5 10 15 20 25 30. ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 6 പദങ്ങൾ. ഇത് നോക്ക്, നിങ്ങളിതൊന്ന് കറക്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മളോട് പറഞ്ഞത് ഒന്നാമത്തെ പദം 5 തന്നിട്ടുണ്ട്, ആദ്യത്തെ 6 കൂട്ടിക്കഴിഞ്ഞാൽ 105. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ചോദ്യം, ഈ സമ്മിൻ്റെ ചോദ്യം കണ്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇരട്ട സംഖ്യ ആണോ ഒറ്റ സംഖ്യ ആണോ എന്നാ. ഇതേ ചോദ്യത്തിൻ്റെ ടൈപ്പ് നമ്മൾ ഒറ്റ സംഖ്യ വെച്ച് ചെയ്തിട്ടുണ്ട്. ഒറ്റ സംഖ്യകൾ തുക കിട്ടിക്കഴിഞ്ഞാൽ ഈ മധ്യപദം അല്ലെ മിഡിൽ ടേം കണ്ടിട്ട് ചെയ്തത് ഓർമ്മ ഉണ്ടാവും എല്ലാവർക്കും. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക, നമ്മളെ പ്ലേലിസ്റ്റിലുണ്ട്. ഓക്കെ, 10ാം ക്ലാസ്സിൻ്റെ മാത്സ്, ക്ലാസ് 10 മാത്സ് പറഞ്ഞിട്ട് അതിൽ നമ്മൾ എല്ലാ ചോദ്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പോയി നോക്കിയാൽ കാണാം. അപ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇരട്ട സംഖ്യയാണോ ഒറ്റ സംഖ്യയാണോ എന്നാണ്. ഇരട്ട സംഖ്യ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക പെയറുകൾ, ജോഡികൾ വെച്ചിട്ടാണ് ചോദ്യം വരിക അല്ലേ? അപ്പം സമ്മ് കാണാൻ വേണ്ടിയിട്ട് ഇരട്ട സംഖ്യ ആണെങ്കിൽ അതെല്ലാം കൂടി കൂട്ടിയ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താ? ഒരു പെയറിൻ്റെ സമ്മ്. പെയറാക്കുന്നത് മാറിപ്പോയത്. എങ്ങനെയാണ് പെയറാക്കേണ്ടത്? നടുവെന്ന് തുടങ്ങണം കേട്ടോ. ഒരു പെയറിൻ്റെ, ഒരു ജോഡിയുടെ തുകയെ ആകെ എത്ര ജോഡി ഉണ്ട് അതുകൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഈ തുക കിട്ടും. ഓരോന്നോരോന്ന് കൂട്ടി നോക്കേണ്ട ആവശ്യമില്ല. ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു. തുക ചോദ്യത്തിന് 105 പറഞ്ഞുകൊണ്ട് അത് കണ്ടുപിടിക്കേണ്ട. അപ്പം നമുക്ക് ഒരു പെയറിൻ്റെ സമ്മ് കിട്ടും. അത് കാണാനുള്ള ഇക്വേഷൻ ഒരു ജോഡിയുടെ കിട്ടും. ഒരു ജോഡി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പെയറാക്കുക. അപ്പം മിസ് എന്താ 1 6 തന്നെ എടുത്തത്? ഈ 3 4 എടുത്താലും ഒരു പെയറാണ്. പക്ഷെ മൂന്നാമത്തെ ആളെയും നാലാമത്തെ ആളെയും നമുക്ക് അറിയില്ലല്ലോ. അപ്പം നമ്മൾ അവിടെ സ്റ്റക്കായിപ്പോവും. അപ്പോൾ 1 6 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ ആളെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പെയർ എടുത്തത്. അവിടുന്ന് 6ാമത്തെ ടേം കണ്ടുപിടിച്ചു. അപ്പോൾ 2 ടേംസ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സമാന്തര ശ്രേണിയിൽ 2 ആളെ കിട്ടിക്കഴിഞ്ഞാൽ പൊതുവ്യത്യാസം കാണാൻ ഇക്വേഷൻ അറിയാം. അത് വെച്ച് പൊതുവ്യത്യാസം കണ്ടിട്ട് ടേംസ് ആഡ് ചെയ്ത് വന്നു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യം നോക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇവിടെ ചോദ്യം കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു.
ഇവിടെ നിങ്ങൾക്ക് കാണാം. മൂന്നാമത്തെ ചോദ്യമാണ്, ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിൻ്റെയും 8ാം പദത്തിൻ്റെയും തുക. എന്താ തന്നത്? 7ാമത്തെ പദത്തിൻ്റെയും 8ാം പദത്തിൻ്റെയും അല്ലേ, 7th ടേമും 8th ടേമും തുക എന്ന് പറഞ്ഞാൽ കൂട്ടിയതല്ലേ, അതിൻ്റെ തുക 50 അല്ലേ. ആദ്യത്തെ 14 പദങ്ങളുടെ തുക എന്ത്? സം ഓഫ് 7th and 8th ടേം ഈസ് ഓഫ് an arithmetic sequence is 50. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 14 ടേം. ആദ്യത്തെ 14 പദങ്ങൾ കാണാനല്ല കേട്ടോ, 14 പദങ്ങളുടെ സമ്മ് കാണാനാ. അതായത് നമുക്ക് 14 ടേം എന്ന് പറഞ്ഞാൽ 1ാമത്തെ പൊസിഷൻ, 2ാമത്തെ പൊസിഷൻ, 3ാമത്തെ പൊസിഷൻ അല്ലേ, 4 5 6 7 8 9 10 ഇങ്ങനെ എഴുതണമെന്നൊന്നുമില്ല കേട്ടോ, മിസ് ജസ്റ്റ് എഴുതാന്നേ ഉള്ളൂ. ഇത് 14ാമത്തെ പൊസിഷനാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം നമുക്കറിയാം നമുക്ക് മെയിനായിട്ട് വേണ്ടത് 7ാമത്തെ 8ാമത്തെ 1 2 3 4 5 6 7 അല്ലേ, ഇതാണ് 7ാമത്തെ പൊസിഷൻ, ഇതാണ് 8ാമത്തെ പൊസിഷൻ. എന്നിട്ട് അവർ പറഞ്ഞത് 7ാം പദവും 8ാം പദവും കൂടി കൂട്ടിയാൽ ഇത് രണ്ടും കൂടി സമ്മാണ്, ഓരോന്നല്ല. ഈ രണ്ടെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്നാണ് പറയുന്നത്? 50 കിട്ടുമെന്നാണ് പറയുന്നത്, ശരിയല്ലേ? അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, അവരങ്ങനെ എവിടെയെങ്കിലും ഒരു ടേം തരണം എന്നുണ്ടെങ്കിൽ അത് ഇതായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടാവും അല്ലേ. നമ്മൾ പഠിച്ച പ്രോപ്പർട്ടീസായിട്ട് കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ നോക്കുക, 14 എണ്ണം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ നടുവിൽ വരുന്ന ആൾക്കാരല്ലേ 7ാമത്തെ 8ാമത്തെ ആൾക്കാർ, ശരിയല്ലേ? 14ൻ്റെ പകുതി 7 ആണല്ലേ. അപ്പോൾ 7ാമത്തെ ആളും 8ാമത്തെ ആളും ആയിരിക്കും കറക്റ്റ് സെൻറ്ററിൽ വരിക. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ 7ാമത്തെ 8ാമത്തെ ആളെന്ന് പറഞ്ഞാൽ ഈ 14 ആൾക്കാരിലെ ഒരു ജോഡിയല്ലേ. നമ്മളെങ്ങനെയാണ് ജോഡിയാക്കാന്നാണ് മിസ് പറഞ്ഞത്? ഇങ്ങനെ 4 എണ്ണാണെങ്കിലേ, ഇങ്ങനെ 4 എണ്ണാന്ന് വിചാരിക്കുക, ജോഡിയാക്കുക എവിടെയാണ്? ഇങ്ങനെ നടുവെന്ന് തുടങ്ങണം അല്ലേ. പിന്നെ അടുത്തത് ഈ ജോഡികളെ തുകയൊക്കെ ആയിരിക്കും ഈക്വൽ എന്ന് പറയാം. അപ്പോൾ ഈ 14 എണ്ണം നിരത്തി എഴുതിയ ഇതല്ലേ ഒരു ജോഡി, അടുത്ത ജോഡി ഇങ്ങനെ പോലെ, അടുത്ത ജോഡി ഇങ്ങനെ പോകും, ഇങ്ങനെ നമുക്ക് 14 എണ്ണത്തിന് പെയർ ചെയ്യാനുണ്ടാവും. അപ്പം ഒരു ജോഡിയുടെ തുകയല്ലേ ഈ 50. അവരങ്ങനെ പറയൊന്നുമില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കുക, 14 എണ്ണത്തിൽ 7 8 എന്ന് പറഞ്ഞാൽ നടുവിലുള്ള ഒരു പെയറാണ്. അപ്പം അതിന് നമുക്ക് എന്ത് എഴുതാം? സം ഓഫ് ടേംസ് ഇൻ വൺ പെയർ. അതായത് സം ഓഫ് ടേംസ് ഇൻ വൺ പെയർ എന്ന് പറഞ്ഞാൽ ഒരു പെയറിൻ്റെ ടേംസിൻ്റെ സമ്മ്, ശരിയല്ലേ? ഒരു ജോഡിയുടെ തുകയാണ് നമുക്ക് തന്നത്. എത്രയാ? 50 എന്ന് പറഞ്ഞത്. 7ാമത്തെ 8ാമത്തെ അടുത്തടുത്തുള്ള പൊസിഷൻ ആയതുകൊണ്ടല്ല കേട്ടോ, 14 എണ്ണത്തിൻ്റെ നടുവിലാണ് 7 8. അങ്ങനെയാണ് നമ്മൾ ജോഡിയാക്കുക. നമ്മൾ ചെയ്തിട്ടുള്ളതാ ചോദ്യം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ 50. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എത്ര എണ്ണ ഉള്ളത്? 14 എണ്ണത്തിൻ്റെ സമ്മ ചോദിച്ചത്. ഫസ്റ്റ് 14 ടേംസിൻ്റെ സമ്മ. ഈ 14 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ അല്ലേ, ഒരു ഇരട്ട സംഖ്യ അല്ലേ. 14 എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യയാണ്, അല്ലെങ്കിൽ ഈവൻ നമ്പറാണ്. അപ്പോൾ ഈവൻ നമ്പറിൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. ഇവിടെ എഴുതുക സം ഓഫ് ടേംസ് ഇൻ വൺ പെയർ എന്ന് പറഞ്ഞാൽ ഒരു ജോഡി പദങ്ങളുടെ തുകയാണ് കേട്ടോ, ഒരു ജോഡി പദങ്ങളുടെ തുക = അതാണ് ചോദ്യത്തിൽ തന്നത്. ഇനി നമുക്ക് സമ്മ് കാണാനുള്ള ഇക്വേഷൻ അറിയാം. ഈവൻ നമ്പർ ആണെങ്കിൽ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ജോഡികളുടെ എണ്ണം, നമ്പർ ഓഫ് പെയേഴ്സ് അല്ലേ, ഇൻറ്റു സം ഓഫ് വൺ പെയർ. ആ ഇക്വേഷൻ മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ആകെ ജോഡികളുടെ എണ്ണത്തിന് ഒരു ജോഡിയുടെ തുക കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ സമ്മ് കിട്ടും. ഈ 1 മുതൽ 14 വരെ ഉള്ളതിൻ്റെ സമ്മ് കിട്ടണമെങ്കിൽ ഓരോന്ന് നമുക്ക് അറിയില്ല, കൂട്ടി നോക്കാം അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഒരു പെയറിൻ്റെ സമ്മ് നമുക്കറിയാം. ഒരു പെയറിൻ്റെ സമ്മ്, ഈ 2 പദങ്ങളുടെ തുക 50 അല്ലേ. ടോട്ടൽ എത്ര പെയർ ഉണ്ട്? ആകെ 14 എണ്ണല്ലേ. 14 എണ്ണാണെങ്കിൽ എത്ര ജോഡികളുണ്ടാവും 14? എടാ 2 എണ്ണത്തിനല്ലേ ഒരു ജോഡി എന്ന് പറയാം. അപ്പോൾ 14നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. 14 എണ്ണത്തിൽ 7 ജോഡികളല്ലേ ഉണ്ടാവുക. അതാർക്കും അറിയാത്തതില്ലല്ലോ. 10 എണ്ണാണെങ്കിൽ 5 ജോഡിക്കാണ് 10 എന്ന് പറയാം. 20 ജോഡിക്കാണ് 40 എന്ന് പറയാം അല്ലേ. അതായത് എണ്ണത്തിൻ്റെ പകുതി ജോഡികളാണ് ഉണ്ടാവുക. അപ്പോൾ 14 ടേംസ് എന്ന് പറഞ്ഞാൽ ജോഡികളുടെ എണ്ണം 7 ആയിരിക്കും അല്ലേ. ഇത് 1 2 3 4 5 6 7 അങ്ങനെ 7 ജോഡികൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് പെയേഴ്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 7 ജോഡികൾ അല്ലേ. സം ഓഫ് വൺ പെയർ, ഒരു പെയറിൻ്റെ സമ്മല്ലേ അവർ തന്ന ഈ 50.
അല്ലേ? 7-മത്തെ 8-മത്തെ എന്ന് പറഞ്ഞാൽ 14 എണ്ണത്തിൻ്റെ നടുവിലുള്ള ആൾക്കാരാ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സം ഓഫ് വൺ പെയറിൻ്റെ സ്ഥാനത്ത് 50 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ടോട്ടൽ സം കിട്ടൂലേ? എന്താ നമ്മളോട് ചോദിച്ചത്? സം ഓഫ് 14 ടേംസ് അല്ലേ? അപ്പോൾ സം ഓഫ് 14 ടേംസ് കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 7 × 50 ചെയ്യുന്നു. 7 5 35 അല്ലേ? അപ്പം 350 എന്ന് കിട്ടും. ടോട്ടൽ സം ഓഫ് 14 ടേംസ്. അപ്പോൾ 14 പദങ്ങളുടെ തുക നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദെയർഫോർ ഇത് ഇംഗ്ലീഷിൽ ഇങ്ങനെ മതി കേട്ടോ. ടോട്ടൽ സം ഓഫ് 14 ടേംസ് 14 പദങ്ങളുടെ തുകയായിരുന്നു ചോദ്യം അല്ലേ? ആദ്യത്തെ 14 പദങ്ങളുടെ തുക സമം എന്ത് കിട്ടി? 350 എന്ന് കിട്ടി. അപ്പോൾ പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താ? ഇരട്ടസംഖ്യ ആണെങ്കിൽ എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടിയിട്ടുള്ള ഉത്തരം കാണാനുള്ള ഇക്വേഷൻ എന്താ? സം ഓഫ് വൺ പെയർ ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് പെയർ. ആകെ എത്ര ജോഡികളുണ്ട് ആ എണ്ണത്തിന് ഒരു ജോഡിയുടെ തുക കൊണ്ട് ഗുണിക്കുക. ഈ ഇക്വേഷൻ ഒരിക്കലും മറന്നു പോകരുത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരൊറ്റ ചോദ്യം കൂടെ ഉണ്ട് അല്ലേ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതല്ലേ നല്ലത്? അതിലൊരു 5 സബ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. അതോടുകൂടി നമ്മളെ ഫസ്റ്റത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമാന്തര ശ്രേണികൾ അരിത്തമെറ്റിക് സീക്വൻസസ് എന്നുള്ള ചാപ്റ്റർ ഇവിടെ കഴിയാണ്. അതുകൂടെ കഴിഞ്ഞാൽ ഈ 1-മത്തെ ചാപ്റ്ററായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-മത്തെ ഒരു ചാപ്റ്ററാണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്ററാണ് 3-മത്തെ ചാപ്റ്റർ. അപ്പോൾ 1-മത്തതിൻ്റെ അതേ കോൺസെപ്റ്റുകൾ റിലേറ്റ് ചെയ്തിട്ടാണ് 3-മത്തെ ചാപ്റ്റർ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1-ൻ്റെ ചോദ്യങ്ങൾ നാളത്തോടു കൂടി കഴിയും. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ, അതായത് 3-മത്തെ ചാപ്റ്ററാണ് എടുക്കുക. 2-മത്തെ ചാപ്റ്റർ അതിന് ശേഷമാണ് എടുക്കുക. അപ്പോൾ കറക്റ്റ് ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തിയ കറക്റ്റ് നോട്ടിഫിക്കേഷനും നിങ്ങളുടെ അടുത്തേക്ക് എത്തും. ഇതുവരെ കാണാത്ത ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അത് പോയി എല്ലാവരും കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പം ശരി, അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്